മാന്യരെ, ഒരു വലിയ സാഹസിന് മുന്നിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിച്ചത്. സാഹചര്യം വിപരീതമായതിനാൽ വളരെ അത്യാവശ്യം വേണ്ടപ്പെട്ടവരെ മാത്രം അറിയിച്ചുകൊണ്ട് ആണ് ഈ ചടങ്ങ് നടക്കുന്നത്. നമ്മുടെ ഫലകത്തിൻ്റെ അനാച്ഛാദനം ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മുടെ ചടങ്ങ് നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ഇ.പി. ജയരാജൻ അവരുകൾ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റതാണ്. അദ്ദേഹത്തിന് വന്നുചേർന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് ഇവിടെ എത്താൻ കഴിയില്ലെന്ന് അറിയിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. മാത്രവുമല്ല, ഇന്ന് കാലത്ത് ഇവിടെയൊക്കെ പങ്കെടുക്കാമെന്ന് കരുതി ഫ്ലൈറ്റിൽ വരാമെന്ന് കരുതിയാണ്. ഫ്ലൈറ്റ് ലേറ്റായി, മട്ടന്നൂർ പരിപാടിക്കും ലേറ്റായി. കണ്ണൂർ ഈ പറഞ്ഞ ബന്ധുവിൻ്റെ മൃതദേഹം കണ്ടതിന് ശേഷം തിരിച്ച് മട്ടന്നൂർ സമയത്ത് എത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ വീഡിയോ വഴി ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. ഈ ചടങ്ങിൽ സന്നിഹിതരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുക. നമ്മുടെ ആരാധ്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് പി നൗഫൽ അവർകളാണ് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നത്. മുഖ്യാതിഥിയായി ശ്രീമതി MP റോസമ്മ അവർകൾ സന്നിഹിതരായിട്ടുണ്ട്. അവർ ഈ ഫർണിച്ചർ ദാനം ചെയ്തുകൊണ്ട് സംസാരിക്കും. ആശംസാ പ്രസംഗത്തിനായി ശ്രീമതി സീന പ്രദീപ്, സീന നമ്മുടെ സ്വന്തം സീനയാണ്, കഴിഞ്ഞ തവണ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ആ സന്ദർഭത്തിൽ നമ്മുടെ വായനശാലയോട് പ്രത്യേകം താല്പര്യമാണ്. ആ താല്പര്യം തന്നെ ബ്ലോക്കിലും എത്തിയപ്പോൾ അവർ കാണിച്ചു. നമ്മുടെ വായനശാല കമ്മിറ്റി അംഗവും കൂടിയായ ഈ വാർഡിനെ പ്രതിനിധീകരിക്കുന്ന രാഘവേട്ടൻ, അതുപോലെ തന്നെ ഈ സജീവനെക്കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക് പറയാതിന് നിർവാഹമില്ല. വായനശാലയുമായി എപ്പോഴും ചോർന്ന് നിൽക്കുന്ന ഒരാൾ, അധികാര സ്ഥാനങ്ങളിലെല്ലാം വായനശാലയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഇവിടെ ഫണ്ട് ലഭ്യമാക്കുന്നതിനൊക്കെ നിർബന്ധ ബുദ്ധി ചെലുത്തിയ പ്രിയപ്പെട്ട സജീവൻ, നമ്മുടെ തലശ്ശേരി താലൂക്ക് കൗൺസിൽ അംഗം KM കരുണാകരൻ, അദ്ദേഹം ആശംസാ പ്രസംഗം നടത്തും. ഗ്രന്ഥശാല സംഘത്തിൻ്റെ തലശ്ശേരി താലൂക്ക് കമ്മിറ്റി കൗൺസിലറാണ്, എക്സിക്യൂട്ടീവ് അംഗമാണ്. അവരൊക്കെ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 23 ലക്ഷം രൂപ ചെലവ് ഇട്ടാണ് ഈ കെട്ടിടം ഈ വിധത്തിൽ മനോഹരമായി തീർത്തത്. അതിൽ 10 ലക്ഷം MP ഫണ്ടാണ്. ആ MP ഫണ്ട് കൊണ്ട് ഈ വിധത്തിൽ മനോഹരമായി തീർക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ബ്ലോക്ക് അവർ 7 ലക്ഷം രൂപ ബ്ലോക്ക് മാറ്റിവെച്ചു. ആ ലഭ്യമായ ഫണ്ട് കൊണ്ട് സിവിൽ എഞ്ചിനീയർ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് പ്രകാരമാണ് ഈ കെട്ടിടം നിർവഹിച്ചത്. ഈ പണി പൂർത്തീകരിച്ച് ഈ കഴിയും വേഗം ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളത് കൊണ്ട് വയറിങ്ങിനുള്ള എസ്റ്റിമേറ്റ് PWD ഇലക്ട്രിക്കൽ വിഭാഗമാണ് തയ്യാറാക്കേണ്ടത്. അവരെ കാത്തുനിന്നാൽ ഇനിയും വൈകും എന്നുള്ളതുകൊണ്ട് സിവിൽ എഞ്ചിനീയർ തയ്യാറാക്കിയ ഈ സ്ട്രക്ചറൊക്കെ പണി പൂർത്തീകരിച്ച് അതിന് ശേഷം ആവശ്യമായി വരുന്ന ഇലക്ട്രിഫിക്കേഷൻ അത് വായനശാലയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ്. ഏതാണ്ട് 2 ലക്ഷം രൂപയോളം അതിന് ചിലവായിരുന്നു. 7 ലക്ഷം രൂപ കെട്ടിടത്തിനും 3 ലക്ഷം രൂപ ഫർണിച്ചറിനും. ഇതിന് ഒരു സ്റ്റേജ് കൂടി വന്നു ചേരാനുണ്ട്. ഇതെല്ലാം വന്നു ചേർന്ന് കഴിഞ്ഞാൽ കൂടാലിയിലെ പൊതുജനങ്ങൾക്ക് കൂടിച്ചേരാനുള്ള ഒരു നല്ല സൗകര്യം ഉണ്ടാകും എന്നുള്ള നിലക്കാണ് ഇതിനുവേണ്ടി പ്രയത്നിച്ചത്. ഇവിടെ സന്നിഹിതരായ എല്ലാ വിശിഷ്ടാതിഥികളെയും വായനശാല ബന്ധുക്കളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് നൗഫൽ അവരോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ പ്രിയങ്കരനായിട്ടുള്ള വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ അവർ, ചടങ്ങിന് മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായിട്ടുള്ള ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് NT റോസമ്മ,
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന പ്രദീപ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാഘവാട്ടൻ, സജീവാട്ടൻ, അതുപോലെ തന്നെ കരുണാട്ടൻ, സ്വാഗതം പറഞ്ഞിട്ടുള്ള വേണോട്ടൻ, കരുണാകരൻ മാഷ്, മറ്റ് പ്രിയപ്പെട്ട രാജാട്ടൻ ഉൾപ്പെടെയുള്ള പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെ, മറ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ 25ാമത് വാർഷികാഘോഷം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയങ്കരനായിട്ടുള്ള MLAയുടെ ഫണ്ടും നമ്മുടെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കൂടാളിയുടെ തിരക്കുറിയായിട്ടുള്ള കൂടാളി പൊതുജന വായനശാല എന്ന ഗ്രന്ഥാലയത്തിൻ്റെ മനോഹരമായിട്ടുള്ള 1ാം നില ഹാള് ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഒരു വായനശാലക്കകത്ത് കെട്ടിടം എടുത്തു പോകുക എന്നതിനപ്പുറം മറ്റുള്ള രീതിയിലേക്കൊന്നും തന്നെ ചിന്തിച്ചു പോകുന്ന ഒരു സംവിധാനം പല സ്ഥലത്തും കാണാറില്ല. പക്ഷെ നമ്മുടെ കൂടാളി വായനശാലക്കകത്ത് അതിനാവശ്യമായിട്ടുള്ള ഫർണിച്ചറുകളും കസേരയും മറ്റ് എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായിട്ട് അവസരത്തിൽ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുകയാണ്. വായനശാലകളുടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ സാക്ഷരതയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പോകുമ്പോഴും വായനകൾ മരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ഗവൺമെൻറ് തന്നെ പ്രത്യേകമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിലെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള ലൈബ്രറി കൗൺസിലിൻ്റെയും സാംസ്കാരിക വകുപ്പിൻ്റെ എല്ലാം പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. സ്വാമി വിവേകാനന്ദൻ്റെ ദിവസം, ശ്രീ നാരായണ ഗുരുവിൻ്റെ ജന്മദിനം, അത് അയ്യങ്കാളിയുടെ ദിനം, അങ്ങനെ ഓരോരോ വിവിധങ്ങളായിട്ടുള്ള ദിനങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് പോലും ഗവൺമെൻറ് സാംസ്കാരിക മേഖലക്കകത്ത് വിപ്ലവകരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഈ കാലഘട്ടത്തിൽ കേരളത്തിനകത്ത് നവകേരള മിഷൻ എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയത്തു കൂടിയാണ് ഈ വായനശാലയുടെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം, 1ാം നില ഹാളിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചയാണ് 31-ാം തീയതിയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായിട്ട് കേരളത്തെ നമ്പർ 1 സംസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. 28ഓളം വരുന്ന സംസ്ഥാനത്തിനകത്ത് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം 1ാം സ്ഥാനത്ത് എത്തി എന്നുള്ളത് നമ്മളെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. 1-ാം തീയതി തന്നെ കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി നവകേരള മിഷൻ എന്ന് പറയുന്ന പദ്ധതി വിഭാവനം ചെയ്യുന്നതോടൊപ്പം തന്നെ അദ്ദേഹം 1-ാം തീയതി കേരളപ്പിറവി ദിനത്തിൽ നമ്മോട് പറഞ്ഞത്, കേരളം എന്ന് പറയുന്നത് സാംസ്കാരികപരമായ ഭൂമിയാണ്. ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിനകത്തുണ്ടായിട്ടുള്ള ഒരു മതമൈത്രി നിലനിർത്തിക്കൊണ്ട് എല്ലാ മേഖലകളിലേക്കും ആഴ്ന്നിറങ്ങിക്കൊണ്ട് കേരളത്തെ പുതിയൊരു കേരളമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു പോകുന്നതായിരിക്കണം ഈ കേരളപ്പിറവി ദിനത്തിൽ നാം എടുക്കേണ്ട പ്രതിജ്ഞ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നാം മുന്നോട്ടേക്ക് പോകുന്നത്. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കേരളത്തിനകത്ത് കൊണ്ടുവരാനുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിച്ചു പോകാനുണ്ട്. മുൻ കാലഘട്ടത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വായനശാലകൾ സംഘടിപ്പിക്കുന്നത്. ഒരു ഗ്രാമത്തിൻ്റെ വെളിച്ചമാണ് വായനശാല. ഇപ്പോൾ കൂടാളി പൊതുജന വായനശാല എന്ന് പറയുന്നത് കൂടാളിയുടെ മാത്രമല്ല സംസ്ഥാനത്തിൽ ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു വായനശാലയായിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. ചലിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സർവകലാശാലകൾ എന്നെല്ലാം പറയാറുണ്ട്, പക്ഷെ ശരിക്കും വായനശാല എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന പാഠശാല എന്നാണ് നമ്മളെല്ലാം പല സ്ഥലത്തും പോയിട്ട് പറയാറ്. അപ്പോൾ സഞ്ചരിക്കുന്ന പാഠശാലയാണ്, ഒരു സഞ്ചരിക്കുന്ന സർവകലാശാലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കൂടാളി പൊതുജന വായനശാല എന്നുള്ളതാണ് ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളെ മുമ്പാകെ സൂചിപ്പിക്കുകയാണ്. ദിവസവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഉപരി ഇവിടെ സംഘടിപ്പിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള ബോധവൽക്കരണങ്ങൾ, സെമിനാറുകൾ, ഈ ഓൺലൈൻ്റെ സംവിധാനത്തിൽ പോലും വെബിനാറുകളും കലാകായിക സാംസ്കാരിക പരിപാടികൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് കൊച്ചുകുട്ടികൾ മുതൽ പ്രായത്തിൽ നിൽക്കുന്ന വയോജനങ്ങളെ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വനിതകളെ, ഭിന്നശേഷിക്കാരെ എല്ലാവരെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് പോകുമ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ പൈതൃകം, ഇതാണ് നമ്മുടെ കൂട്ടായ്മ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ഫണ്ട് നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള MLAയും വ്യവസായ കായിക വകുപ്പ് മന്ത്രിയും കൂടിയായിട്ടുള്ള EP ജയരാജൻ അവർകളെ ആദരപൂർവ്വം ഈ അവസരത്തിൽ ആദരപൂർവ്വം അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യാതിഥിയായി പങ്കെടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിനകത്ത് അനുവദിച്ചു തന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇത് ഇവിടുത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച
ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന പ്രദീപ്, എല്ലാവരോടും അഗാധമായിട്ടുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഗ്രാമപഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മുമ്പിൽ നിൽക്കുന്ന കിണർ അത്യാധുനിക രീതിയിൽ പ്ലാറ്റ്ഫോം എല്ലാം ടൈൽസ് എല്ലാം കെട്ടി ചിത്രപ്പണിയോടുകൂടി പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ആകർഷകമാകുന്ന രീതിയിലേക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കിണറാക്കി കൂടി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള 3 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് കൂടി ഈ പദ്ധതിയിൽ നമ്മൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ഈ അടുത്ത് തന്നെ ടെൻഡർ ചെയ്യും. ഇപ്പോൾ കൊളോളത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വർക്ക് ഈ വായനശാലേൻ്റെയാണ് നടത്തുക. അതും കൂടി വരുമ്പോൾ ഒരു മുഖച്ഛായ തന്നെ മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഭാഗമായിട്ട് നമ്മുടെ പരിപാടി മാറും. നമുക്കിവിടെ പറയാനുള്ള ഒന്നുകൂടിയാണ്, നമുക്കൊരു ഇടക്കിടക്ക് പരിപാടികൾ പുറത്തേക്ക് ഒരു ആർട്ടിഫിഷ്യലായിട്ട് നടത്താൻ വേണ്ടി പറ്റുന്ന ഒരു ടൗൺ സ്ക്വയർ അവിടെയുണ്ട്. പക്ഷേ പുറത്ത് പരിപാടികൾ സംഘടിപ്പിച്ച് ഇടക്കിടക്ക് സായാഹ്നങ്ങളിൽ പൊതുപരിപാടി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്നത് ഉൾപ്പെടെ നമുക്ക് ആലോചിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നുകൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിനകത്ത് പങ്കെടുത്ത മുഴുവൻവരെയും ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായിട്ടുള്ള വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. സഹോദരീ സഹോദരന്മാരെ, വായനശാലകൾ നാടിൻ്റെ സ്പന്ദനമാണ്. ഓരോ നാടിൻ്റെയും സാമൂഹ്യവും സാംസ്കാരികവുമായ വളർച്ചയിൽ വായനശാലകൾക്ക് വലിയ പങ്കുണ്ട്. മലയാളിയെ വായനയുടെ ലോകത്തേക്ക് നയിക്കുന്നതിൽ വായനശാലകൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വായനശാലകൾ എന്നാൽ പുസ്തകം സൂക്ഷിക്കുന്ന ഇടം മാത്രമായിരുന്നില്ല. കലാവേദികളും കായിക വേദികളും വിജ്ഞാന വേദികളും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രമായാണ് നമ്മുടെ വായനശാലകൾ നിലകൊള്ളുന്നത്. നവോത്ഥാന കാലഘട്ടത്തിലൂടെ ഉയർന്നു വന്നതാണ് കേരളത്തിൽ ജനകീയ വായന. ഒരു വിഭാഗത്തിന് മാത്രം അറിവും വായനയും ലഭിച്ച ഘട്ടത്തിൽ എല്ലാവരിലേക്കും അക്ഷരങ്ങൾ എത്തിയത് നവോത്ഥാനത്തോടെയാണ്. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ കേരളത്തിൽ ഗ്രന്ഥശാലകൾ പ്രവർത്തിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ ഗ്രന്ഥശാലകളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചു. AKGയും EMSഉം CH കണാരനുമൊക്കെ കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലങ്ങളിലേക്ക് കടന്നു വന്നത് ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലൂടെയാണ്. സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി ഇന്ന് ഡിജിറ്റൽ ലൈബ്രറികളും ഈ വായനയും പ്രചാരം നേടിയെങ്കിലും നമ്മുടെ വായനശാലകൾ ഇന്നും സജീവമാണ്. നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും വായനശാലകൾ നല്ല നിലയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ സജീവമായ ഒരു വായനശാലയാണ് കൂടാളി പൊതുജന വായനശാല. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 1942 വായനശാല പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. 1944 സ്വന്തമായി കെട്ടിടത്തിലേക്ക് മാറുന്നത്. KT കുഞ്ഞിക്കേളപ്പൻ നമ്പ്യാരായിരുന്നു സ്ഥാപക പ്രസിഡന്റ്. 63-72 കാലത്ത് സാഹിത്യ സമാജം സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തനങ്ങളിലൂടെ പ്രദേശത്ത് സജീവമായി. 72-92 കാലത്ത് നിരവധി സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിൽ നല്ല ഇടപെടൽ നടത്തി. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം പോലുള്ള പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നതിൽ വായനശാല വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ്. 2008 വായനശാലക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. നിലവിൽ A+ ഗ്രേഡുള്ള വായനശാലയാണ് കൂടാളി പൊതുജന വായനശാല. ബോധവൽക്കരണ പരിപാടികൾ, PSC പരീക്ഷാ പരിശീലനം, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് അനുമോദനം, ബാലവേദി ക്യാമ്പ്, സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ, പുസ്തക ചർച്ചകൾ, വിനോദയാത്രകൾ, ചലച്ചിത്രമേള, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ നടത്തുന്നതിലൂടെ നല്ല ഇടപെടലാണ് വായനശാല കാഴ്ചവെക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിലും വായനശാല മികച്ച പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ പാലിച്ച് ഓൺലൈൻ പരിപാടികളും സംഘടിപ്പിച്ചു. കാലത്തിനനുസരിച്ച് മാറാൻ മികവ് കാണിച്ച കൂടാളി വായനശാല ഇന്ന് ഒരു സുപ്രധാന നേട്ടം കൂടി കൈവരിച്ചിരിക്കുകയാണ്. വായനശാലയുടെ കെട്ടിടം നവീകരിച്ച് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. MLA ഫണ്ട് 10 ലക്ഷം രൂപയും
ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് 11 ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തി വായനശാലയുടെ മുകൾ നിലയിൽ ഒരു വിശാലമായ ഹാൾ പണികഴിപ്പിച്ചിരിക്കുകയാണ്. വായനശാലയുടെ പ്രവർത്തനങ്ങൾക്കും നാടിനും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സംവിധാനം. പുതിയ ഹാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം മഹനീയ സാന്നിധ്യത്തിൽ, നിങ്ങളുടെ എല്ലാം മഹനീയ സാന്നിധ്യത്തിൽ നിർവഹിക്കുന്നതായി അറിയിക്കുന്നു. വായനശാലക്ക് കൂടുതൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇപ്പോൾ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രിയങ്കരായിട്ടുള്ള ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് MT റോസമ്മ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഫർണിച്ചർ കൈമാറ്റം, മുഖ്യാതിഥിയും ഫർണിച്ചർ കൈമാറ്റവും കൂടിയാണ് പ്രസിഡന്റ് നിർവഹിക്കുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി നഫൽ, നമ്മുടെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാന്യനും ആരാധനമായിട്ടുള്ള നമ്മുടെ മിനിസ്റ്റർ VP ജയരാജൻ, വേദിയിലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ സജീവൻ, നമ്മുടെ വായനശാലയുടെ പ്രവർത്തകർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയമുള്ളവർ, 2 വർഷം കൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് മാറ്റിവെക്കുകയും ആ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹാളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, ഹാൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാത്രമല്ല, നമ്മുടെ VP ജയരാജൻ മിനിസ്റ്ററുടെ വികസന ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. നമുക്കറിയാം, വായനശാലകളെ സംബന്ധിച്ച് ഇടക്കാലത്ത് വായനശാലകളുടെ പ്രാധാന്യം, നമ്മുടെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളെല്ലാം വന്നതോടുകൂടി വായനശാലകളുടെ ഒരു പ്രാധാന്യം അല്പം കുറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുമ്പ് നമ്മുടെ നാട്ടിനകത്ത് വായനശാലകളാണ് ആളുകൾക്ക് വായിക്കാൻ, അറിയാൻ, അത് പുതിയ അറിവുകൾ സമ്പാദിക്കാൻ ഒക്കെയുള്ള ഒരു കേന്ദ്രമായി ഉണ്ടായിരുന്നു. ഒരു പത്രമെന്ന്, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഒരു പത്രമെന്ന് പറയുന്നത് വായനശാലയിൽ ചെന്നാൽ മാത്രമാണ് കാണാൻ വേണ്ടി സാധിക്കുക. ദിനപത്രം നമ്മുടെ വീടുകളിൽ എത്തുന്നത് വളരെ അപൂർവം വീടുകളിലാണ്. അന്നെല്ലാം വായനശാലകളെയാണ് ഉപയോഗിച്ചിരുന്നത്. ഇടക്കാലത്ത് നമുക്കറിയാം, ഇൻ്റർനെറ്റ് സംവിധാനമെല്ലാം വന്നപ്പോൾ TV-യും അതുപോലെ വീട്ടിലിരുന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് വന്നപ്പോൾ നമ്മുടെ വായനയുടെ ശീലം, വായനയുടെ ലോകത്തുനിന്ന് നമ്മളല്പം പിന്നോട്ട് പോയി. ഇതെല്ലാം നമുക്ക് നേരിട്ട് നമ്മുടെ വീടുകളിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നു, അല്ലെങ്കിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വായനയുടെ പ്രാധാന്യം ഇടക്കാലത്ത് കുറയുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വായനശാലകൾ വലിയ പങ്കാണ് വഹിച്ചത്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ലോകത്തുണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രയാസങ്ങൾ നമ്മളെല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ നമ്മുടെ സ്കൂളുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞു. ഒരു പ്രവർത്തനം, എല്ലാ പ്രവർത്തനങ്ങളും നിലച്ച ഒരു സാഹചര്യത്തിൽ വായനശാലകൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വായനശാലകൾ വിവിധ തരത്തിലുള്ള മത്സരങ്ങൾ കുട്ടികൾക്ക് സംഘടിപ്പിക്കാൻ, ക്ലാസ്സുകൾ കൊടുക്കാൻ, വിവിധ മേഖലയിലുള്ള ആളുകളെ സംഘടിപ്പിച്ച് അവരെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ വളരെ നല്ല ജാഗ്രതയാണ് കാണിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വിവിധ വായനശാലകളുടെ നേതൃത്വത്തിൽ, ഗ്രന്ഥാലയങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ തരം മത്സര പരിപാടികൾ ഓരോ പരിപാടിയോടും അനുബന്ധിച്ച് നടന്നു. വായനാ മത്സരം നടത്തിയിട്ടുണ്ട്, അതുപോലെ കവിതാ രചന മത്സരം നടത്തിയിട്ടുണ്ട്, കവിതാലാപനം മത്സരം നടത്തിയിട്ടുണ്ട്, അത് രചനാ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മത്സര പരിപാടികൾ സംഘടിപ്പിക്കുകയും ആളുകളെ ഈ കോവിഡിൻ്റെ ഒരു പ്രയാസത്തിൽ നിന്ന് അല്പം മോചനം നൽകുന്ന രീതിയിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രന്ഥാലയങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഈ വായനശാലയെ സംബന്ധിച്ച് ഇപ്പോൾ 75ാം ജൂബിലി ആഘോഷിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും കാലമായി നമ്മുടെ ഈ ഗ്രന്ഥാലയത്തിന്, ഈ വായനശാലയ്ക്ക് പഴക്കമുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ നാട്ടിനകത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിരവധി ആളുകൾ വായിച്ചും പഠിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കി പോകാൻ കഴിയുന്ന
അവരെയെല്ലാം ഒന്ന് കൈപിടിച്ച് പല ആളുകൾക്കും അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവരെ ഒന്ന് കൈപിടിക്കാൻ വേണ്ടിയിട്ട് ഈ വായനശാലയ്ക്ക് സാധിച്ചു. അപ്പോൾ അതെല്ലാം നമ്മുടെ വായനശാലയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ. ഈ ഘട്ടത്തിലും കോവിഡിൻ്റെ ഘട്ടത്തിലും വായനശാലകൾക്ക് നല്ല പങ്ക് വഹിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വായനയിലൂടെ നമുക്ക് പുതിയ ഒരുപാട് അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. വായന ഇടക്കാലത്ത് നിന്നുപോയ കഥ ഞാൻ പറഞ്ഞു, വന്നുപോയി. പല ആളുകളും വായിക്കുന്ന പത്രം പോലും വായിക്കുന്നില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോഴും ഉണ്ടോ എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഫോണെടുത്താൽ നമുക്ക് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് വായന എന്ന് പറയുന്നത് മാറ്റിവെക്കുന്നു. അതോടൊപ്പം നമ്മൾ ഇൻ്റർനെറ്റ് സംവിധാനമുള്ളതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ടി വിയിലൂടെ നമുക്ക് ന്യൂസുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഒരുപാട് സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ടായെങ്കിലും വായനശാലയുടെ പ്രാധാന്യം ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല എന്ന് നമുക്കറിയാം. പുതിയ അറിവുകൾ പഴയ കാലത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ, പുതിയ അറിവുകൾ നമുക്ക് നേടാൻ എല്ലാം വായനശാലകൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. വായനശാലകളുടെ നേതൃത്വത്തിൽ ഓരോ വർഷവും വിവിധങ്ങളായ പരിപാടികൾ പ്രായമായവർക്കും അതുപോലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ തന്നെ യുവാക്കൾക്കും എല്ലാം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതെല്ലാം മെച്ചപ്പെട്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനും നമ്മുടെ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കേന്ദ്രം കൂടിയായി ഈ വായനശാലകൾ മാറാൻ വേണ്ടി സാധിക്കണം. എന്തായാലും വളരെ സൗകര്യപ്രദമായ ഒരു ഹാള് നമുക്കുണ്ടായിട്ടുണ്ട്. വായനശാലയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നാടിന് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വകയായിട്ട് നമുക്ക് കുറച്ച് ഫർണിച്ചർ കൂടി വാങ്ങണം എന്ന നിലയിൽ തീരുമാനിച്ച് ഈ വർഷത്തെ പദ്ധതിയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് കുറച്ച് ഫർണിച്ചർ കൂടി നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം നമുക്ക് ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ വർഷം നമ്മളെ ഒരു വായനശാല തന്നെ പായം ഗ്രാമപഞ്ചായത്തിനകത്ത് വായനശാലയ്ക്ക് കെട്ടിടം തന്നെ നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഏതൊക്കെ എന്ന് കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 5 വർഷക്കാലത്തെയും പദ്ധതികൾ തയ്യാറാക്കി നമ്മൾ നടപ്പിലാക്കിയിട്ടുള്ളത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഒരു വായനശാലയ്ക്ക് ആവശ്യമായ കെട്ടിടം ഒരു സ്ഥലം മാത്രമാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത്. ആ സ്ഥലത്ത് നമുക്ക് പുതിയ വായനശാല പണിയാനും ആ വായനശാലയ്ക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ അടക്കം നമുക്കിപ്പോൾ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. ഇനിയും പുതിയ വായനശാലകൾ നമ്മുടെ പല വായനശാലകളുമുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ അനിവാര്യ ചുമതലകളിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതലയിലാണ് വായനശാലകളെല്ലാം വരുന്നതെങ്കിൽ പോലും അതിനെല്ലാം ഫണ്ട് മുടക്കി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന താല്പര്യത്തോടുകൂടി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ മനോഹരമായ രീതിയിൽ ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളതിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന പ്രദീപ് സംസാരിക്കും. ഹാളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ച ബഹുമാനായ വ്യവസായ കായിക വകുപ്പ് മന്ത്രി ഇ.പി. ജയരാജൻ അവർകൾ, അതേപോലെ അധ്യക്ഷവേദിയിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ ഇവിടെ വായനശാലയുടെയും ഗ്രന്ഥശാലയുടെയും മഹാത്മ്യത്തെക്കുറിച്ച് അധ്യക്ഷനും അതേപോലെ തന്നെ വിശിഷ്ടാതിഥിയായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംസാരിക്കുകയുണ്ടായി. അതിലേക്കൊന്നും പോകുന്നില്ല. കൂടാളിയുടെ സാമൂഹിക സാംസ്കാരിക പൈതൃകങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂടാളി പൊതുജന വായനശാലയ്ക്ക് 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ നല്ല സാംസ്കാരിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ആവശ്യമായ നല്ലൊരു ഹോള് നമ്മളിവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പം അത് പറയുമ്പോൾ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2019-20 സാമ്പത്തിക വർഷം 10 ലക്ഷം രൂപ ഈ ഹാളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വകയിരുത്തി. അപ്പം 2019-20 സാമ്പത്തിക വർഷം 7 ലക്ഷം രൂപയുടെ സിവിൽ വർക്ക് നടത്തി. ഈ 2020 സാമ്പത്തിക വർഷത്തിൽ 3 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഈ ഹാളിന് ആവശ്യമായ ഫർണിച്ചർ വാങ്ങിക്കാനുള്ള പ്രവർത്തനങ്ങളും നടത്തി.
അങ്ങനെ ഇപ്പം ആധുനിക രീതിയിലുള്ള നല്ലൊരു ഹാള് നമ്മുടെ കൂടാളി വായനശാലയ്ക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പം അത് പറയുമ്പോൾ ഗ്രാമപഞ്ചായത്ത് കൂടാളിയുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ 10 വർഷക്കാലം തുടർന്നു പോയി. ഇപ്പോൾ തീരാൻ പോകാൻ നമുക്കിനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡൻ്റായ 5 വർഷക്കാലം ഈ ഗ്രാമപഞ്ചായത്തിനകത്ത് നിൽക്കുമ്പോൾ ആദ്യത്തെ ഒരു ഉദ്ഘാടന പരിപാടി കൂടാളിയിൽ ശൈലജ ടീച്ചറുടെ ഫണ്ട് വകയിരുത്തിക്കൊണ്ട് ഈ ഹാള്, ഈ പില്ലറിൻ്റെ മേലെ ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ടുള്ളൊരു ഹാളായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ഈ ഹാള് നേരത്തെ എങ്ങനെയായിരുന്നു. അപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോൾ ആദ്യത്തെ ഒരു നല്ലൊരു പരിപാടി എന്നുള്ള രീതിയിൽ ശൈലജ ടീച്ചർ പങ്കെടുക്കുന്ന വേദിയിൽ അധ്യക്ഷയായി നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 10 വർഷം പൂർത്തീകരിച്ച് ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങുമ്പോൾ അവസാനത്തെ പരിപാടി എന്ന നിലയിൽ ഈ ഹാളിൻ്റെ വിപുലീകരിച്ചൊരു ഹാളിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു എന്നുള്ള വസ്തുത. അപ്പം നമ്മുടെ ജനപ്രതിനിധികളായിട്ട് സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ടുകൾ വകയിരുത്തുമ്പോൾ റോഡുകളും പാലങ്ങളും കുളങ്ങളും അതേപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഫണ്ടുകൾ വകയിരുത്തി അതിൻ്റെ പൂർത്തീകരണം നടത്തി കഴിയുമ്പോഴാണ്. കാരണം എപ്പോഴും ആ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങൾ നിറഞ്ഞു നിൽക്കും. നമ്മൾ ഇന്ന ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് പണിത് തന്ന ഒരു സ്ഥാപനം എന്നുള്ളത് ജനങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും. അപ്പം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. കൂടാളിയുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്താനുള്ള ഒരു വേദിയായി ഈ ഹോള് മാറട്ടെ. അതേപോലെ തന്നെ ഈ വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന വേണുവാട്ടൻ അതേപോലെ തന്നെ കരുണാകരൻ മാഷ് ഉൾപ്പെടുന്ന മറ്റ് ഭാരവാഹികൾക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു. നന്ദി. ഗ്രാമപഞ്ചായത്ത് മെമ്പർ രാമാട്ടൻ സംസാരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ടി നവോൽ അവറുകൾ, അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ആരാധനായ ടി ജയരാജൻ ഇദ്ദേഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ പിന്നീട് കൂടുതലായി സംസാരിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റോസമ്മ, അതുപോലെ തന്നെ നമ്മുടെ സേനാപ്രതിനിധി, മറ്റ് വിശിഷ്ട വേദിയിൽ സംസാരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ കൂടുതലായി സംസാരിക്കുന്നില്ല. പിന്നെ ഈ ഒരു കാര്യം പിന്നെ എല്ലാവരും കൂടി എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുമെന്ന് നോക്കണം. സജീവമായിട്ട് സംസാരിക്കും. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി നൗഫൽ, നമ്മൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരള വ്യവസായ കായിക വകുപ്പ് മന്ത്രി ശ്രീ പി ജയരാജൻ അവർക്ക്, നമ്മുടെ ഈ ചടങ്ങിനകത്ത് മുഖ്യ അതിഥിയായി ഈ വായനശാല പ്രവർത്തനത്തിന്, വായനശാലയുടെ ഈ കെട്ടിട നിർമ്മാണ പ്രവർത്തനത്തിന് ഏറെ സഹായം ചെയ്ത് ഇതിൻ്റെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിച്ചേർന്നുള്ള ബഹുമാന്യായ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി NT റോസമ്മ, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സീന പ്രദീപ്, വാർഡ് മെമ്പർ രാഘവട്ടൻ, താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ ശ്രീ കരുണാടൻ, പ്രിയപ്പെട്ട വായനശാലയുടെ ഭാരവാഹികളെ, വായനശാലയുടെ അഭ്യർത്ഥന ആവശ്യങ്ങളെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാം ഇത്തരമൊരു ചടങ്ങ് നമ്മളിവിടെ സംഘടിപ്പിക്കുമ്പോൾ വായനശാലയെ സംബന്ധിച്ചോളം ഏറെ നാം ഏറെ ആഗ്രഹിച്ച ഒരു പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്.
നമുക്കറിയാം ഈ വായനശാലയുടെ കെട്ടിട നിർമ്മാണം മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിക്കുന്ന ഘട്ടത്തിൽ അതിനകത്ത് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് നമുക്കിതുപോലെ കുറേ കൂടി ആളുകൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു ഹാളിൻ്റെ, അതും ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി അതിൻ്റെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടി നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്ന നേട്ടത്തിലേക്കാണ് നമുക്ക് എത്താൻ സാധിച്ചത്. കൂടാതെ മുന്നേറ്റ വായനശാലയെ സംബന്ധിച്ചോളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് സാംസ്കാരിക രംഗത്ത് കൂടാളിയുടെ അഭിമാനമായി മാറുന്ന പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന ഈ കോവിഡിൻ്റെ പുതിയ പശ്ചാത്തലത്തിലും നമുക്കൊരിക്കലും വായനശാലയുടെ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം ഒരു ഘട്ടത്തിൽ പോലും പിറകിൽ പോകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്നതും ഏറ്റവും നന്നായി ഈ ജില്ലയിൽ തന്നെ ഓൺലൈനായി ഈ പരിപാടികളെല്ലാം സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചതും നമ്മുടെ വായനശാലയാണ്. ഒട്ടേറെ പ്രധാന നേതൃത്വങ്ങൾ നമുക്ക് ഈ പ്രവർത്തനങ്ങളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രവർത്തനങ്ങളിൽ എല്ലാ സഹായവും നമ്മുടെ ഈ പ്രദേശത്തെ നാട്ടുകാർ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഒരു സാംസ്കാരിക ഇടപെടൽ നമുക്ക് കൂടാളിക്കകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. നമുക്ക് ആ പൊതു ഇടപെടലുകൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്ത് നമുക്ക് ആ ഇടപെടലുകൾ കൂടാളിയെ സംബന്ധിച്ചോളം ഏറെ വലുതാണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെ ആ പ്രവർത്തനങ്ങൾ ഇന്ന് ഒരു വിഘ്നവും സംഭവിക്കാത്ത നിലയിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം നമുക്ക് നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ നമുക്കിതുപോലെ സൗകര്യപ്രദമായി ഇരുന്ന് പ്രവർത്തനങ്ങൾക്കെല്ലാം പലവിധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പല പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ അതിനാവശ്യമായ രീതിയിൽ നമുക്കിത് ഇവിടെ പൂർത്തീകരിക്കാൻ സാധിച്ചു. MLA നമ്മൾ സമീപിക്കുന്ന ഘട്ടത്തിൽ ആ സമീപിച്ചത് കഴിഞ്ഞ പ്ലാറ്റിനം ജൂബിലിയുടെ ആഘോഷത്തിൻ്റെ ഘട്ടത്തിലാണ്. അന്ന് നമ്മളതിൻ്റെ കമ്മിറ്റിയുടെ ഭാരവാഹികളായി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മുടെ MLAയും മന്ത്രിയുമായിട്ടുള്ള ശ്രീ പി ജയരാജൻ തീർച്ചയായും ഇതുപോലൊരു വായനശാലയ്ക്ക് എൻ്റെ ഫണ്ടിൽ നിന്ന് പണം നൽകാൻ സാധിക്കും, അല്ലെങ്കിൽ സാധിക്കേണ്ടതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തിയപ്പോൾ തന്നെ ഏറെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കും. എന്നാൽ ആ ഫണ്ട് കൊണ്ട് മാത്രം നമുക്ക് ഇന്നത്തെ നിലയിൽ വായനശാലയുടെ പ്രവർത്തനം പൂർത്തീകരിക്കാനാവില്ല എന്ന് മനസ്സിലാക്കിയ വിധത്തിൽ വളരെ സന്തോഷത്തോടുകൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കൂടാളി ഡിവിഷനെ പ്രതികരിക്കുന്ന സേനാപതിയും ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് നമുക്ക് മനോഹരമായിട്ടുള്ള ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചത്. നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചു ഈ ഒരു ഹാൾ മാത്രമല്ല, ഇന്നത്തെ ഈ പദ്ധതിയുടെ പ്രവർത്തനത്തിനകത്ത് നമുക്ക് കിട്ടിയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു ഓപ്പൺ സ്റ്റേജ് അല്ലെങ്കിൽ ഓപ്പൺ സംവിധാനം നമുക്ക് നമ്മുടെ വായനശാലയുടെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് എല്ലാ പരിപാടികളും ഹാളിനുള്ളിലല്ല വേണ്ടത്. ചില പരിപാടികൾ നമുക്ക് വൈകുന്നേരങ്ങളിൽ കാറ്റെല്ലാം കൊണ്ട് നമുക്ക് ആളുകളെല്ലാം കാണാൻ സാധിക്കുന്നിടത്തിൽ ചില പരിപാടികൾ ഓപ്പൺ സ്റ്റേജിൽ നമുക്ക് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കും വിധം വളരെ ആകർഷകമായ തന്നെ നമ്മുടെ വായനശാലയുടെ മുറ്റം ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കി നമുക്ക് ചില പരിപാടികൾ അവിടെ വെച്ച് നടത്തേണ്ടതുണ്ട്. അതിനെല്ലാം സൗകര്യപ്രദമായിട്ടുള്ള പരിപാടി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമുള്ള സംവിധാനം നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നു. ആവശ്യമായ ഫർണിച്ചർ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ പദ്ധതി പൂർത്തീകരിക്കുമ്പോഴും ഈ വർഷം പദ്ധതിയുണ്ട് എന്നും ആ പദ്ധതിയിൽ പണം നീക്കിവെക്കാൻ സാധിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റെപ്കോയിൽ നിന്ന് ഈ പറയുന്ന സംവിധാനങ്ങൾ ഡയസായാലും അതുപോലെ തന്നെ മേശയായാലും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഒപ്പം നമുക്കാവശ്യമായിട്ടുള്ള കസേരകളുമെല്ലാം ഒരുക്കിക്കൊണ്ട് തീർച്ചയായും നമ്മളെ സംബന്ധിച്ചോളം എല്ലാം ഏറ്റവും നല്ല നിലയിൽ തന്നെ നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്താൻ സാധിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഏറെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾക്കെല്ലാം ഒരു വായനശാലയുടെ പ്രവർത്തനങ്ങളിൽ എക്കാലത്തും ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഏറെ സന്തോഷമുണ്ട്. ഈ ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. കർണാടക സംസാരിക്കും. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നവപ്പട്ട്, പിന്നെ അതുപോലെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിലെ പിന്നെ വ്യവസായ മന്ത്രി ശ്രീ ടി ജയരാജൻ, ഈ വായനശാലയുടെ പ്രസിഡന്റ് ശ്രീ വേണുഭട്ടൻ, അതുപോലെ കരുണാകരൻ മാസ്റ്റർ, അതുപോലെ ഈ ബ്ലോക്ക് പഞ്ചായത്ത് പിന്നെ പ്രസിഡന്റ് ഇന്ത്യ റോസമ്മ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതിലൂടെ പങ്കെടുത്തിട്ടുള്ള പിന്നെ പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദരന്മാർ, ഈ കൂടാളി ഗ്രാമപഞ്ചായത്ത്
ഏറ്റവും തിരഞ്ഞെടുപ്പുള്ള ഒരു ഗ്രന്ഥശാലയാണ് ഈ കുടാടി വായനശാല. അതുപോലെ നമ്മുടെ തലശ്ശേരി താലൂക്കിനെ സംബന്ധിച്ച് പരിശോധിച്ചാൽ തലശ്ശേരി താലൂക്കിൽ A+ ഗ്രേഡ് കിട്ടിയിട്ടുള്ള 11 വായനശാലകളിലൊന്നാണ് ഈ കുടാടി പൊതുജന വായനശാല. പൊതുവെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും വളരെ വിലപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കുടാടി വായനശാലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുതിയൊരു വളർച്ചയുടെ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നാം എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഇതിൽ കൂടുതൽ ഇനിയും ഈ വായനശാലയ്ക്ക് ഒട്ടേറെ വളർച്ച വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കും. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിക്കുന്ന എല്ലാവിധ പരിപാടികളും അത് ബാലവിഭാഗത്തിൻ്റേതായാലും വനിതാ വിഭാഗത്തിൻ്റേതായാലും മറ്റു പൊതുവായിട്ടുള്ള ലൈബ്രറി കൗൺസിലിൻ്റെ മറ്റ് പരിപാടികളായാലും അതുപോലെ സമകാലിക കാലഘട്ടത്തിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള സംവാദങ്ങളായാലും വളരെ ഭംഗിയായി നടത്തപ്പെടുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഗ്രന്ഥശാലയാണ്. ഗ്രന്ഥശാലയിലൊന്നാണ് നമ്മുടെ കുടാടി വായനശാല. അത് മറ്റു വായനശാലകൾക്കെല്ലാം തന്നെ ആകർഷിക്കാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഗ്രന്ഥശാല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഗ്രന്ഥശാല എന്ന് പറയുന്നത് കേവലം വായനയുടെ മാത്രം ഒരു ലോകമല്ല. വായനയോടൊപ്പം തന്നെ ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയുടെ ഒക്കെ തന്നെ വളർച്ചയുടെ ഒക്കെ തന്നെ ഭാഗമായിട്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രന്ഥശാലയിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നാം ലൈബ്രറി കൗൺസിലിൻ്റെ കാലഘട്ടത്തിൽ ലൈബ്രറി കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കാളും ഒരുപാട് മുന്നോട്ട് പോയി ഓരോ വർഷം കൂടുമ്പോഴും അതിൻ്റെ പ്രവർത്തന മികവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. അപ്പോൾ നേരത്തെ ഇവിടെ ആലോചിച്ചതുപോലെ തന്നെ ഈ കോവിഡ് കാലത്ത് പോലും ഓൺലൈനായിട്ടുള്ള ഒട്ടേറെ പരിപാടികൾ ഇപ്പോൾ വയലാനുസ്മരണമായാലും ONV അനുസ്മരണമായാലും അങ്ങനെയുള്ള സാഹിത്യ സാംസ്കാരിക രംഗത്തെ പ്രതിഭകളായിട്ടുള്ള പല ആളുകളെ സംബന്ധിച്ചുള്ള സ്മരണകളായാലും അതിന് വളരെ ഭംഗിയായി വളരെ ഫലപ്രദമായി നടത്താൻ വേണ്ടി മറ്റ് സംഘടനകൾ ഉപരിയായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള ഒരു മഹത്തായ പ്രസ്ഥാനമാണ് കേരള ഗ്രന്ഥശാല സംഘം. ലോകത്തൊരിടത്തും ഇതുപോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. ഈ ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തനതായ സാംസ്കാരിക പ്രവർത്തനമാണ്. അപ്പോൾ ആ തനതായ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെയും നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ഉൽപ്പന്നമായിട്ടാണ് ഈ പ്രസ്ഥാനം വളർന്നു വന്നിട്ടുള്ളത്. ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ആകെ തന്നെ വളർച്ചയാണ് ലൈബ്രറി കൗൺസിൽ ഉദ്ദേശിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. അതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയെ സംബന്ധിച്ചോളം മലയാള സാഹിത്യത്തിലെ P. കുഞ്ഞിരാമൻ നായർ മുതൽ ONV മുതലുള്ള വളരെ പേരെടുത്തിട്ടുള്ള എഴുത്തുകാരും സമകാലിക ഘട്ടത്തിലുള്ള സാഹിത്യകാരന്മാരുടെയൊക്കെ തന്നെ പാദസ്പർശമേറ്റ അപൂർവ ഗ്രന്ഥശാലകൾ ഒന്നാണ് ഈ കുടാടി. ഈ ഗ്രന്ഥശാലയ്ക്ക് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി ഇങ്ങനെ ഒരു കെട്ടിടം ഒരു ഹാള് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ എല്ലാവിധ വ്യാപ്തിയും കുറേ കൂടി വലുതാക്കാൻ തീർച്ചയായും സാധിക്കും. അതിനുവേണ്ടിയുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ ഗ്രന്ഥശാലയ്ക്ക് മുഴുവൻ സാധിക്കട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയുടെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് നേരിടുന്നു. നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കരുണാകരൻ മാസ്റ്റർ സംസാരിക്കും. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, കുടാടിക്കാരുടെ ഒരു ചിരകാല സ്വപ്നം ഇന്ന് സാക്ഷാത്കരിക്കപ്പെടുകയാണ്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കുടാടിയിൽ ഒരു നല്ലൊരു ആളില്ല എന്നുള്ള ഒരു വലിയ വിഷമം നമുക്ക് പലപ്പോഴേ അനുഭവപ്പെട്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഹാൾ. തീർച്ചയായും ഇതിൻ്റെ ഗുണം നമ്മുടെ വായനശാലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കുടാടി പൊതുജന വായനശാല ഗ്രന്ഥാലയം കേരളത്തിലെ A+ ഗ്രേഡ് വായനശാലകളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു വായനശാലയാണ്. വളരെ അപൂർവമായി മാത്രമേ A+ ഗ്രേഡ് ലഭിക്കുകയുള്ളൂ. വളരെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്കത് ലഭിച്ചിട്ടുള്ളത്. ആ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ
കൂടുതൽ കൂടുതൽ നന്നാക്കുവാൻ തീർച്ചയായും ഈ ഹാള് ഉപകാരപ്പെടുമെന്ന് കാര്യത്തിൽ സംശയമില്ല. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് പോലും എല്ലാ മാസവും 2-3 പരിപാടികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമുള്ള വിജ്ഞാനപ്രദമായ ക്വിസുകളും ഒക്കെ ഒരു മാസത്തിൽ 3-4 പരിപാടികളായിട്ട് നടത്തുകയാണ്. അപ്പോൾ ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം ഇത്തരത്തിലുള്ള വലിയ ഹാളിലുള്ള പരിപാടികൾ നടത്തുവാൻ നമുക്ക് അനുവാദമില്ല. ഏതായാലും ഈ ഒരു കാലഘട്ടത്തിന് ശേഷം കോവിഡ് കാലം കഴിഞ്ഞാൽ വളരെ നല്ല പരിപാടികളൊക്കെ നമുക്ക് ഈ ഹാളിൽ വെച്ച് നടത്താൻ സാധിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. നമുക്ക് ഇതിനു വേണ്ടി അനുവദിച്ച ഫണ്ട് നമുക്കറിയാം. MLA ബഹുമാനപ്പെട്ട മന്ത്രി പി ജയരാജൻ്റെ MLA ഫണ്ടിൽ നിന്ന് 10 ലക്ഷവും അതോടൊപ്പം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 11 ലക്ഷവും കൂട്ടത്തിൽ വായനശാലയുടെ ഏകദേശം 2 ലക്ഷം രൂപയും ഒക്കെ ചെലവഴിച്ചിട്ടാണ് നമ്മുടെ ഈ മനോഹരമായ ഈ ഹാള്, അതുപോലെ മുൻഭാഗത്തുള്ള മുറ്റത്തെ ഇൻ്റർലോക്ക്, ബാക്കി മറ്റ് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അതിന് ഞാൻ ആദ്യമായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോടും അതോടൊപ്പം ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോടും നന്ദി പ്രകാശിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്, ഓൺലൈൻ ആയി ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട വ്യവസായ കായിക വകുപ്പ് മന്ത്രി ശ്രീ EP ജയരാജൻ അവർകളാണ്. അദ്ദേഹത്തിന് കൂടാളി പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിൻ്റെയും കൂടാളിക്കാരുടെ എല്ലാവരുടെയും പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യാതിഥിയായി പങ്കെടുത്തിട്ടുള്ളത് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ശ്രീമതി NT റോസമ്മ അവർകളാണ്. അവർ ഈ ഫർണിച്ചറൊക്കെ നമുക്ക് കൈമാറുകയും ചെയ്തു. അവർക്കും നമ്മുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു. അധ്യക്ഷത വഹിച്ചത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PP നൗഫൽ അവർകളാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും അദ്ദേഹം എപ്പോഴും ഉണ്ട്. വായനശാലയുടെ ആളുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അദ്ദേഹത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഔപചാരികമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ ആശംസ പ്രസംഗം നടത്തിയ ശ്രീമതി സീന പ്രദീപ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും അതുപോലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ്. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമാണ്. അവരുടെ ഇടപെടലിലൂടെയാണ് തീർച്ചയായും നമ്മുടെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് നല്ലൊരു തുക നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവർക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ ഉള്ള ആശംസ ഇതിനുള്ള നന്ദി കൂടി പ്രകാശിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ കൂടാളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ C രാഘവാട്ടൻ, അതുപോലെ ആസൂത്രണ സമിതി അംഗം കൂടാളി ഗ്രാമപഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി അംഗം ശ്രീ സജീവൻ, അതുപോലെ നമ്മുടെ KM കരുണാകരൻ, അദ്ദേഹം നമ്മുടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. അവർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകൾക്കും, നമ്മുടെ എല്ലാ പരിപാടിയിലും ഏകദേശം 50-100 ആളുകൾ പങ്കെടുക്കുന്നതാണ്. പക്ഷെ നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. എങ്കിൽ പോലും നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ആളുകളും നമ്മുടെ പരിപാടിയുടെ ഒപ്പം നിന്നിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ചും മാധവ മാഷ്, അവരൊക്കെ പഴയകാല വായനശാല പ്രവർത്തകരാണ്. അവരൊക്കെ ഇന്നത്തെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.